നമസ്കാരം. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഇലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. മണൽപ്പരപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരിചയക്കാരൻ നൽകിയ വിസയിൽ കെണിയിലായ മകനെ രക്ഷിക്കാൻ പിതാവ് ജീവൻ ടിവിയെ സമീപിച്ചതും കൂടാതെ പ്രവാസ ലോകത്തെ മറ്റ് വർത്തമാന കാഴ്ചകളും ജീവിതവിശേഷങ്ങളും കൗതുക കാഴ്ചകളും ഇലക്കം ഗൾഫ് ന്യൂസ് വീക്കിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. പരിചയക്കാരൻ നൽകിയ വിസയിൽ മകനെ ഗൾഫിലേക്ക് അയച്ച പിതാവ് മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കണമെന്ന അഭ്യർത്ഥനയുമായി ജീവൻ ടിവിയിലെത്തി. അടിമാലി സ്വദേശി അലോഷ്യസ് ആണ്. സൗദി അറേബ്യയിലെ ജിദ്ദയിലുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് പോയ മകൻ അനീഷ് 8 മാസത്തോളമായി ശമ്പളമോ ഭക്ഷണമോ ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്നതായും ശമ്പളം ചോദിച്ചാൽ കമ്പനി മാനേജർ ഭീഷണിപ്പെടുത്തുന്നതായും ആരോപിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഗൾഫ് ന്യൂസ് വീക്കിനെ സമീപിച്ചത്. മകനെ പോലെ 8ഓളം മലയാളികളാണ് ഇതുപോലെ തിരിച്ച് നാട്ടിലേക്ക് വരാനാവാതെ ജിദ്ദയിലെ കമ്പനിയിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് അലോഷ്യസ് പറയുന്നു. പാസ്റ്ററായ അടിമാലി സ്വദേശി അലോഷ്യസ് ആണ് മകൻ അനീഷിനെ രക്ഷപ്പെടുത്തണമെന്ന ആവശ്യവുമായി വാർത്താധിഷ്ഠിത പരിപാടിയായ ഗൾഫ് ന്യൂസ് വീക്കിനെ സമീപിച്ചത്. പ്രവാസിയായ അലോഷ്യസിന് ഗൾഫിൽ വെച്ച് പരിചയപ്പെട്ട ഒരാൾ നൽകിയ വിസയിലാണ് തന്റെ മകനെ അദ്ദേഹത്തിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചത്. വിസയ്ക്ക് പൈസയും നൽകിയതായി അലോഷ്യസ് പറയുന്നു. ആദ്യമൊക്കെ പ്രശ്നമില്ലാതിരുന്ന കമ്പനിയിൽ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ഇപ്പോൾ 8 മാസമായി ശമ്പളം ലഭിച്ചിട്ട് ഭക്ഷണവുമില്ല. സൗദി അറേബ്യയിൽ ദമാമിൻ്റെ അടുത്ത് 55 കിലോമീറ്ററോളം ദൂരമുള്ള അബ്കേക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അബ്കേക്കിലാണ്. കമ്പനിയുടെ പേര് ഈസ്റ്റ് വെസ്റ്റേൺ എന്നാണ്. എന്താണ് കമ്പനിയുടെ ജോലി? ഈ അവിടുത്തെ കമ്പനിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ആറാംകോ കമ്പനിയിൽ നിന്ന് പണിയെടുത്ത് അവർ വർക്കെടുത്ത് ഇവർ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അവർ കൃത്യമായിട്ട് ഈ ആറാംകോ കമ്പനി ബില്ല് കൃത്യ പേയ്മെൻറ്റ് തീർക്കുന്ന കമ്പനിയാണ്. ഞാനവിടെ സൗദിയിലുണ്ടായിരുന്നു. ഇതുപോലെ ആറാംകോ കമ്പനിയിൽ വർക്ക് ചെയ്തവനാണ്. എനിക്ക് കമ്പനിയെക്കുറിച്ച് അവിടുത്തെ സൗദിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാം. ചിലപ്പോൾ ബില്ല് മാറാൻ താമസിക്കുമായിരിക്കും. ഒരു അല്പക്കൂടി ഒരു 10-15 അല്ലെങ്കിൽ 1 മാസം താമസിക്കും. ഇത് മാസങ്ങൾ ഇത്ര ആയിട്ട് ഇവർക്ക് ഇതുവരെ ബില്ല് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വെറുതെ. കാര്യം എൻ്റെ മോൻ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നവനാണ്. അവന് ഈ ജോൺസൺ എന്ന് പറഞ്ഞാൽ പുനലൂരുള്ള ജോൺസൺ വർഗീസ് എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ മോനെ കൊണ്ടുപോയത്. പുള്ളിയാണ് വിസ എനിക്ക് കൊടുത്ത മോന്. എന്നിട്ട് ഇവിടുന്ന് 50,000 രൂപ ചിലവാക്കിയെന്ന് ഇവിടുന്ന് ട്രാവൽസിൽ കൂടെ ചിലവാക്കിയാൽ പുള്ളി വിട്ടത്. അപ്പോൾ നമ്മൾ എന്നിട്ട് വിചാരിച്ച് പോയിട്ട് സാരമില്ല, ഏതായാലും വന്ന് അകപ്പെട്ടു 2 വർഷം നിന്നിട്ട് ചോർക്കം പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞ മോനെ ഇതൊന്നും അവൻ്റെ അടുത്ത് ഇതുവരെ കാശ് കൊടുത്ത കേസൊന്നും ഇതുവരെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. മകനെ കൊണ്ട് ഏതോ പേപ്പറിൽ ഒപ്പിടുവിച്ച കമ്പനി മാനേജർ ഫോണിൽ കൂടി ഭീഷണിയും കൂടിയായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചാണ് ഈ പിതാവ് ജീവൻ ടിവിയെ സമീപിച്ചത്. പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവന് പോയി ഇപ്പോൾ 2 വർഷമാകാൻ പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ശമ്പളമല്ല ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. എന്നോട് പറഞ്ഞ എനിക്കാണ് വിസ പുള്ളി ഞാൻ മുഖാന്തരമാണ് ഈ വിസയ്ക്ക് ഏർപ്പെടുത്തിയത്. അപ്പോൾ മോൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കമ്പനിയിൽ ഇതേ പോസ്റ്റ് ഇടുന്ന ഒരു ആൾ ക്യാൻസലായിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരാളെ വേണം. ഞാൻ പറഞ്ഞു എൻ്റെ മോൻ ഇത്ര പഠിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് ജോലി ചെയ്തിട്ടുള്ളവനാണ്, ഇപ്പോൾ വന്ന് നാട്ടിൽ വരെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആടെ തരാം. പുള്ളി എൻ്റെ അടുത്ത് വെച്ച് പൈസയൊക്കെ വാങ്ങിച്ച് പൈസയുടെ പ്രശ്നമില്ല, പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത് പോട്ടെ. ഇപ്പോൾ 2 വർഷമാകാൻ ഇനിയിപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ 2 വർഷമാകുന്നു. നാട്ടിൽ റിലീസിന് ലീവിൽ വരേണ്ട ടൈമായി. അപ്പോൾ പുള്ളി പറഞ്ഞ ശമ്പളമൊന്നും കൊടുത്തില്ല. ഇപ്പോൾ ആകെ കൊടുക്കുന്ന വെറും 2,000 രൂപയുള്ളൂ. ഈ 2,000 രൂപ വെച്ച് ഇപ്പോൾ 8 മാസമായി. ഇവർക്ക് കണ്ടിന്യൂട്ട് ശമ്പളവുമില്ല, അവർക്ക് വേണ്ട രീതിക്കുള്ള ഫുഡിനുള്ള പൈസ ഒന്നും കൊടുക്കാത്ത രീതിയിൽ ഇവർ കുറച്ച് ആൾക്കാർ അവിടെ കുടുങ്ങിയ രീതിയിൽ കൂടെ പൈസ ഇന്നലെ ഞാൻ 2 പ്രാവശ്യം ഇപ്പോൾ പൈസ ചോദിച്ചപ്പോൾ പുള്ളി അത് കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ ഞാൻ പുള്ളിയുടെ വൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു മേഡം ഒന്ന് പറയണം, പൈസ കൊടുക്കണം, മോൻ വളരെ ടെൻഷനായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അതിപ്പോൾ കമ്പനികളിൽ ബില്ലൊന്നും കിട്ടിയിട്ടില്ല, പൈസ കിട്ടിയാൽ കൊടുക്കാം, പൈസ ഞാൻ കൊടുക്കാൻ ബ്രദറെ എന്നൊക്കെ പുള്ളി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ വേറൊരാളോട് സംസാരിച്ചപ്പോൾ ഇന്നലെ രാത്രി ആയപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താണ്. മോൻ കമ്പനിയുടെ ലെറ്റർ എഴുതി കൊടുത്ത് അവൻ സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുക, ചിലപ്പോൾ മോൻ നാട്ടിൽ വരാനും പറ്റാത്ത ഗതിയിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് പുള്ളി എന്നെ വഴക്കുറയുമ്പോൾ ഞാൻ പറഞ്ഞു അസത്യമൊന്നും പറയണ്ട, കുറച്ച് ഡീസൻ്റായിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതുപോലെ നിരവധി പേരാണ് ഇനിയും ഈ കമ്പനിയിൽ മാസങ്ങളോളമായി ശമ്പളമില്ലാതെ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് വിവരം. ഇയാളും സ്പോൺസറും കൂടിയുള്ള പ്രശ്നമാണ്.
ഇവർ രണ്ടിനും കൂടി ആൾക്കാർക്ക് ജോലി ചെയ്യുന്നവർക്ക് കാശ് കൊടുക്കാതെ കുറച്ച് ആൾക്കാരെ നേപ്പാളി ബംഗാളിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു. ആരെങ്കിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ച് റൂമിലിട്ടിരിക്കുക 5-6 ദിവസം വരെ, 10-15 ചിലപ്പോൾ 1 മാസം വരെ ഇട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ റൂമിലിട്ടിരിക്കുക, തിരിച്ചവർക്ക് ടിക്കറ്റ് മാത്രം എടുത്തു തുടങ്ങി. ഇപ്പം എൻ്റെ ഇടയ്ക്കൊരു 3 മാസത്തോളമായി കൊല്ലത്തുള്ള 1-2 പയ്യന്മാരൊന്ന് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത പയ്യന്മാരാണ്. അപ്പോൾ അവന്മാർ വന്നപ്പോൾ അതിൽ ഒരു പയ്യൻ്റെ ഒരു അങ്കിള് DSP ആരോ ഉണ്ടായിരുന്നു. അങ്ങേരുടെ അടുത്ത് പറഞ്ഞ് ഇവൻ വന്നിട്ട് പൈസ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവൻ അയച്ചു കൊടുത്തില്ലായിരുന്നു, ഈ ജോൺസൺ വർഗീസ്. അപ്പോൾ അയച്ചു കൊടുക്കാതിരുന്നപ്പോൾ അവൻ്റെ അങ്കിളുടെ അടുത്ത് ഈ പയ്യൻ ചെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അങ്കിൾ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞ് നീ കാശ് കൊടുത്തില്ല എങ്കിൽ നാട്ടിൽ നിനക്ക് ഇറങ്ങാൻ പറ്റുന്ന നിന്നെ പല കേസിലും നമ്മൾ കുരുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഇദ്ദേഹം 2 മാസം കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് അവൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റും കൊടുത്ത് അവന് ക്ലിയർ ആക്കിയിട്ടാണ് പുള്ളി പോയത്. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പിള്ളേർ ജോലി ചെയ്ത കാശ് കൊടുക്കുക, പിള്ളേർ അവിടെ നിന്ന് റിലീസ് ചെയ്ത് വിടുക, പറഞ്ഞേക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ പരാതി. അനീഷിനെ പോലെ ഇന്ന് എനിക്ക് കൃത്യമായിട്ട് എത്ര ആൾക്കാരെന്ന് അറിയത്തില്ല. അവൻ ഇന്നലെ പറഞ്ഞത് 8 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 8 പേരുണ്ടെങ്കിൽ 8 മലയാളികളാണ്. ഇതുപോലെ മറ്റു സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട്, തമിഴരുണ്ട്, വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, മറ്റേ നേപ്പാളിൽ ബംഗാളിലും ഇഷ്ടം പോലെ ഉണ്ട്. അനീഷിനൊപ്പം ഇപ്പോൾ 8 മലയാളികളുമുണ്ട്. ഇവരും കമ്പനിയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തണമെന്ന ആവശ്യവുമായി ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഒപ്പം ശമ്പളം കിട്ടിയില്ലെങ്കിലും മകൻ എത്രയും വേഗം നാട്ടിലെത്തിയാൽ മതിയെന്നാണ് ഈ പിതാവ് ജീവൻ ടിവിയോട് ആവശ്യപ്പെടുന്നത്. ജീവൻ ടിവിയോട് നമുക്ക് പറയേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ അവിടെ കുടുങ്ങിക്കിടന്ന ആൾക്കാർ അത്ര പേര് നാട്ടിലോട്ട് വർത്തിക്കുക, അതിനോടൊപ്പം അവർക്ക് കിട്ടേണ്ട സാലറി കറക്റ്റായിട്ട് കിട്ടുക. അന്ന് ഒരു കാശ് പോലെ അവർ കുറയ്ക്കാതെ. കാര്യം അവർ അവിടുത്തെ ചൂടെന്ന് പറയുന്നത് മരുഭൂമി കിടന്ന് ചൂടാണ്, ഭയങ്കര ചൂട് അനുഭവിക്കുന്നത്. ഈ ചൂട് കൊണ്ട് അവർ ജോലി ചെയ്ത കാശ് ഒരു പൈസ പോലും അവരെടുക്കാതെ അവരുടെ ജോലി ആർക്കൊക്കെ എന്തൊക്കെ കിട്ടാണ്ടാ കിട്ടി ദൈവം ചെയ്ത് അവരെ നാട്ടിലോട്ട് അവരെ അയക്കുക, അത്രേ ഉള്ളൂ. ഇനി അവർക്ക് ആർക്കും താല്പര്യമില്ല എന്നാണ് ഇന്നലെയും ഇപ്പോഴും എന്നോട് പറഞ്ഞ അങ്ങനെയാണ്. അന്ന് ഞങ്ങൾ ആരും ഇവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ചേട്ടാ മറ്റുള്ളവർ പറഞ്ഞു എങ്ങനെയെങ്കിലും ചേട്ടാ ഞങ്ങളെ നാട്ടിൽ വരുത്തിച്ചാൽ മതി, അതിനുള്ള ഒരു വഴി നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ജീവൻ ടിവിയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാൻ കാര്യം. ഞാൻ നിങ്ങളുടെ ഈ ചാനൽ ടി വിയിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് തന്നെ കാണാൻ വന്നത്. വ്യക്തമായ രേഖകളോ ശരിയായ വിസയോ ഇല്ലാതെ ഗൾഫിലേക്ക് വിമാനം കയറുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഇത്തരം ചതിക്കുഴികൾ. നിരവധി വ്യാജ ഏജൻസികളും ഏജന്റുമാരുമാണ് പാവങ്ങളെ വലയിലാക്കാനായി പതിയിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഓരോ രാജ്യത്തെയും നിയമങ്ങൾ പാലിക്കാൻ അവിടെ എത്തുന്നവർ ബാധ്യസ്ഥരാണ്. ഗൾഫിലെ നിയമങ്ങൾ അത് അവർക്കെന്ന പോലെ അവിടെ എത്തുന്ന ഓരോരുത്തർക്കും ബാധകമാണ്. ചതിയിലകപ്പെടാതിരിക്കുക. നാട്ടിൽ നിന്ന് വ്യക്തമായ ധാരണയില്ലാതെ ആരും ഗൾഫിലേക്ക് വിമാനം കയറരുതെന്ന് ഗൾഫ് ന്യൂസ് വീക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ് വീക്ക് തുടരും. സീസൺ കണക്കിലെടുത്ത് വിമാന കമ്പനികൾ പ്രവാസികളെ പിഴിയുന്ന പതിവ് തുടരുന്നു. ഇത്തവണ ഉത്സവ ആഘോഷ സീസൺ കണക്കിലെടുത്താണ് വൻ വർധന വിമാന കമ്പനികൾ വരുത്തിയിരിക്കുന്നത്. കോഴിക്കോട്, ജിദ്ദ, ദുബായ് എന്നിവിടങ്ങളിലേക്കാണ് നിരക്ക് കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സീസൺ കണക്കിലെടുത്ത് എല്ലാ വർഷവും വിമാന കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അധികൃതർ ഇതിനെതിരെ മൗനം പാലിക്കുന്നതും തുടരുകയാണ്. അടുത്ത കാലത്തായിട്ട് വ്യോമയാന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു. അതുപോലെ ഇന്ധനവില കുറഞ്ഞു. മറ്റ് പല കാരണങ്ങൾ കുറവുണ്ട്. മറ്റൊന്ന് ATF, എയർ ട്രാഫിക് ഫ്യൂവൽ, അതിന് ഏറ്റവും കൂടുതൽ ഉയരുന്ന നിരക്കാണ് കേരളത്തിൽ സെസ് ഈടാക്കുന്നത്. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലെങ്കിലും അതായത് ബംഗാളിലൊക്കെ ഡൊമസ്റ്റിക് യാത്രക്കാർക്ക് വേണ്ടി അത് ഒഴിവാക്കാൻ ചെയ്തിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ അടുത്ത് സംഭവിച്ച കാര്യം 1/5/2015 മുതൽക്ക് കോഴിക്കോട് നിന്ന് വലിയ വിമാനങ്ങൾ നിർത്തലാക്കിയ സാഹചര്യത്തിൽ ഈ നിരക്ക് വർധനയുടെ തോത് പിന്നീടും വർദ്ധിച്ചവർ. അതിൻ്റെ 2 ഉദാഹരണത്തിൽ നമുക്കത് വളരെ മനസ്സിലാവും. കഴിഞ്ഞ മാർച്ച് 3 അബുദാബിയിലേക്ക് കോഴിക്കോട് നിന്ന് 19,300 രൂപയും എയർ ഇന്ത്യ, നമ്മുടെ നാഷണൽ വിമാന കമ്പനി എയർ ഇന്ത്യ ഈടാക്കിയത് 19,300 രൂപ ഈടാക്കുമ്പോൾ അതേ വിമാനത്തിൽ അതേ എയർ ഇന്ത്യ 6,000 രൂപ കൊച്ചിയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. തിരുവനന്തപുരത്ത് 14,500. അപ്പോൾ കേരളത്തിനോടൊരു വിവേചനം, കേരളത്തിൽ തന്നെയുള്ള 3 എയർപോർട്ടുകൾ തമ്മിൽ മറ്റൊരു വിവേചനം. ഇത് പ്രവാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി.
പ്രവാസികളെ ചൂഷണം ചെയ്യുന്നതിൽ വിമാന കമ്പനികൾ എന്നും മുന്നിലാണ്. ഏത് മാനദണ്ഡത്തിലാണ് ടിക്കറ്റ് നിരക്കുകൾ കൂട്ടുന്നത് എന്ന് ആർക്കും അറിയില്ല. ചോദ്യം ചെയ്തിട്ടും ഫലമില്ല. വിമാന കമ്പനികൾ നിശ്ചയിക്കുന്ന തുക നൽകി യാത്ര ചെയ്യുക മാത്രമേ നിർവാഹമുള്ളൂ. കേരളത്തിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് സീസൺ കണക്കിലെടുത്ത് ഇരട്ടിയിലധികമായാണ് ഉയർത്തിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ജൂലൈയിൽ തുടങ്ങിയ അവധിക്കാലം സെപ്റ്റംബറിൽ അവസാനിച്ചപ്പോൾ തിരക്ക് മുതലെടുത്ത് അന്ന് 3 ഇരട്ടിയിലധികമായാണ് വിമാന കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചത്. അപ്പോൾ അതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. എല്ലാ വർഷവും സീസൺ കണക്കിലെടുത്ത് ഇത് ആവർത്തിക്കുകയാണ് പതിവ്. പണ്ട് ഓണം, വിഷു, ക്രിസ്മസ്, ന്യൂ ഇയർ, പെരുന്നാൾ ഇത്തരം ആഘോഷങ്ങളൊക്കെ വന്നിരുന്നവർക്ക് കുടുംബസമേതം പണ്ട് വർഷത്തിൽ 1-2 വന്നവർക്ക് സ്കൂൾ അവധിക്കാലത്തൊക്കെ വന്നിരുന്നു. ഇന്ന് 5 കൊല്ലത്തിലൊക്കെ പോലും വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളിൽ. തന്മൂലം പലരും കുടുംബത്തെ അവിടെ പ്രവാസികളുടെ കുടുംബങ്ങളെ നാട്ടിലാക്കിയിട്ട് അവരൊറ്റയ്ക്ക് വരാനുള്ള ശ്രമം നടത്തി അതും പരാജയപ്പെട്ടിരിക്കുക. ഇപ്പോൾ അടുത്ത ദിവസം ഉണ്ടായതാണ് 4700 മുതൽക്ക്, അതിന് കുറഞ്ഞ റേറ്റാണ് തൃശ്ശാമ്പള്ളിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ടിക്കറ്റ് ലഭിച്ചിരുന്നു കോഴിക്കോട്, ദുബായ്. അതിപ്പോൾ സീസൺ നോക്കി 20,000 വരെ ഉയർത്തിയിരിക്കുക. അതേപോലെ റിയാദിലേക്ക്, ജിദ്ദയിലേക്കുള്ള റേറ്റ് 16,000 റുപ്യ ഉണ്ടായിരുന്നു, 44,000 റുപ്യ വർദ്ധിപ്പിച്ചു. അങ്ങനെ ഓരോ നിരക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ നിരക്ക് കുറയ്ക്കുകയും ആഗോളതലത്തിൽ അന്തർദേശീയ വിമാന കമ്പനികൾ മത്സരം കൊണ്ട് നിരക്ക് കുറയ്ക്കാൻ ചെയ്യുമ്പോൾ ഈ കേരളത്തെ പ്രവാസികളെ ഒരു കറോപ്പോശയായി കണ്ട് ആരും ചോദിക്കാനും പറയാനുള്ള ഒരു രീതിയിൽ എന്ത് റേറ്റ് ഈടാക്കാന്നുള്ളതാണ് ഇതിന് കാരണം. കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ നമ്മളോട് പറഞ്ഞിരുന്നത് വിമാന കമ്പനികളുടെ മേൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല, നിരക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊരു വാദങ്ങളാണ് തുടർച്ചയായിട്ട് ഉന്നയിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി UAE സന്ദർശിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ ഏറ്റവും വലിയ പരാതി ഇവിടുത്തെ കേരളത്തിലേക്കുള്ള വിമാന നിരക്കുകളുടെ, പ്രത്യേകിച്ച് കോഴിക്കോട്ടേക്കുള്ള വിമാന നിരക്കിനെ പറ്റി പരാതിയാണ്. അന്ന് തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ നിരക്ക് വർധന അല്ലെങ്കിൽ നിരക്കിലെ വലിയ അന്തരം നിയന്ത്രിക്കാനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുമെന്ന് പറയുകയും അതിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. 1934 ഈ നിയമത്തിൽ തന്നെ സെക്ഷൻ 132 എന്ന് പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയപ്പോഴാണ് സാധാരണക്കാരനും പ്രവാസികളും ഇത് മനസ്സിലാക്കിയത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ വക യാതൊരു നടപടിയില്ല. ആ പകൽ കൊള്ള ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. പ്രവാസികളെ ചൂഷണം ചെയ്യുന്നതിൽ വിമാന കമ്പനികൾ എന്നും മുന്നിലാണ് എന്നതാണ് വസ്തുത. നമ്മുടെ സ്വന്തം വിമാന കമ്പനികളാണ് പ്രവാസികളെ ഇത്രയും അധികം പിഴിയുന്നത്. എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളാണ് ഇപ്പോൾ അവധിക്കാല സമയങ്ങളിൽ നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ആഘോഷ സീസൺ കൂടി കണക്കിലെടുത്ത് ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഗൾഫ് നാടുകളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. എയർ കേരള, ഡ്രീം, അതുപോലെ തന്നെ സീപ്ലെയിൻ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുക. നമ്മുടെ കൊക്കിലൊരുങ്ങാത്തതും നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തതും അതിൻ്റെ പൊള്ളത്തിരപ്പ് കൊണ്ട് നമുക്ക് ആയിക്കഴിഞ്ഞു. എയർ കേരളക്ക് അപ്ലൈ ചെയ്തിട്ട് പോലുമില്ല. അതൊന്നും പ്രാക്ടിക്കലല്ല. പ്രാക്ടിക്കലായിട്ടുള്ള വഴി എന്താ, നമ്മൾ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇപ്പോൾ ഇതന്നെ ചൂണ്ടിക്കാണിക്കണം. ഒരു ബാരല് ഇന്ധനത്തിന് $147 കാലത്തില്ലാത്ത റേറ്റാണ് ഇപ്പോൾ $52 എത്തിയേക്കുമ്പോൾ 3-1 കുറഞ്ഞു. അതിനനുസരിച്ച് അതിന് വിമാന കമ്പനികൾ നിരക്ക് കുത്തനെ കുറച്ചു. നമ്മളൊരു അമേരിക്കയിലേക്കുള്ള വിമാനത്തിൻ്റെ നിരക്കും ആഡംബര വിമാന ചാർജും ഇവിടുത്തെ സാധാരണ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉള്ള വിമാനം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,500-2,000 റുപ്യ കൊണ്ടുപോകണം. അത്രയ്ക്കുള്ള ദൂരേ ഉള്ളൂ. അതിനാണ് ഇവിടെ 30,000-40,000 പകൽക്കൊള്ള നടന്നത്. ഇനിയും വൈകാതെ കാര്യത്തിൽ ഒരു അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് പ്രവാസികൾക്ക് അവധിക്കാലത്ത് വരണ്ട, ഒഴിവാക്കാം. ആഘോഷങ്ങൾ വരണ്ട, കല്യാണങ്ങൾ ഒഴിവാക്കാം. സ്വന്തം പിതാവും മാതാവും മരിച്ചാൽ പോലും വരാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. 2 മാസം മുമ്പ് 60,000 റുപ്യക്കാണ് ദുബായിൽ നിന്ന് ഇവിടുത്തെ ഒരു വ്യാപാരി മരിച്ച അയാളുടെ മകൻ വന്ന ടിക്കറ്റിൻ്റെ കയ്യിലുണ്ട്. ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. അത് സംഘടിതരല്ലാന്നല്ല, പ്രവാസികൾക്ക് ധാരാളം സംഘടനകളുണ്ട്. പക്ഷെ അവർ ഏകോപിച്ചിട്ട് ഒരു കോൺഫെഡറേഷൻ, ഒരു പ്രവാസി സംഘടന ഉണ്ടാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ, പൊതുവായ കാര്യങ്ങളിൽ ശക്തമായ നീക്കങ്ങൾ നടത്തണം. ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന 10,000-ങ്ങളാണ് നാട്ടിലേക്ക് വരാനാവാതെയും വന്നവർ തിരിച്ചു പോകുന്നതിനുമായി ഇരട്ടിയിലധികം നിരക്ക് നൽകേണ്ടി വന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമുള്ള നിരക്കിനേക്കാൾ കോഴിക്കോട് നിന്നും ജിദ്ദ, ദുബായ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള യാത്രാ നിരക്കിലാണ് വൻ വർധന.
എല്ലാ വർഷവും സീസൺ കണക്കിലെടുത്ത് വിമാന കമ്പനികൾ പതിവ് നിരക്ക് വർധന തുടരുമ്പോൾ അധികൃതർ ഇതിനെതിരെ മൗനം പാലിക്കുന്നതും തുടരുകയാണ്. 2012 കൊച്ചിയിൽ നിന്ന് ഒരു കപ്പൽ സർവീസ് ആരംഭിക്കാൻ വേണ്ടി 3 ഷിപ്പിംഗ് കമ്പനികൾ മുന്നോട്ട് വന്നു. അതാണ് 5000 രൂപയ്ക്ക് തേർഡ് ക്ലാസ്, 6000 രൂപയ്ക്ക് സെക്കൻഡ് ക്ലാസ്, 7000 ഫസ്റ്റ് ക്ലാസ്, 72 മണിക്കൂറിൻ്റെ അവിടെ എത്തും. മാത്രമല്ല 100 കിലോ ലഗേജ് കൊണ്ടുവരാൻ അനുവദിക്കും. ഇപ്പം എല്ലാവരും തിരക്കുള്ള ആൾക്കാരല്ലല്ലോ. അപ്പോൾ ഈ അന്തരം കൊണ്ട് ആ കപ്പൽ സർവീസിന് അനുമതി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പകൽക്കൊള്ള നടക്കില്ലായിരുന്നു. ഇപ്പോഴും അതിന് സൗകര്യങ്ങൾ വേറെയുണ്ട്. ബഡ്ജറ്റ് എയർലൈൻസായ എയറേഷ്യ ഉൾപ്പെടെയുള്ള ബഡ്ജറ്റ് എയർലൈൻസ് 100% മറ്റു നിരക്കുള്ള 30% അവരുടെ നിരക്കുള്ളൂ. അത്രയും കുറഞ്ഞ റേറ്റിനാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 3999 രൂപയ്ക്ക് നമുക്ക് കൊച്ചിയിൽ നിന്ന് കോലാലംപൂർക്ക് ടിക്കറ്റ് ലഭിക്കും, ഇപ്പോഴും ലഭിക്കും. പക്ഷേ ആ വിമാന കമ്പനികൾക്ക് അടുത്ത കാലത്താണ് സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ അനുമതി കൊടുത്തത്. കോഴിക്കോട് അനുമതി കൊടുത്ത് അപേക്ഷ പറഞ്ഞു പഠിക്കട്ടെ എന്നായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നവംബർ 2 അയച്ച കത്തിൽ അവർക്ക് അനുമതി കൊടുക്കും എന്ന് സ്ലോട്ട് നോക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന് സംവിധാനമില്ലാണ്ടല്ല. മറ്റൊരു കാര്യം, വിദേശ വിമാന കമ്പനികളായാലും ഏത് കമ്പനികളും എമിറേറ്റ്സ് ആയാലും എത്തിയാദായാലും ഏത് വിമാന കമ്പനികളായാലും ഇറങ്ങുന്നത് നമ്മുടെ എയർപോർട്ടിലാണല്ലോ. അപ്പം നിരക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ DGCAയ്ക്കും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് എയർപോർട്ടുകളിൽ, അവർക്കൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരു കാര്യമുള്ളൂ. അത് നിയന്ത്രിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾക്ക് നമ്മുടെ ഭാരത സർക്കാർ ഉടമസ്ഥയുള്ള നാഷണൽ വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസിന് നിരക്ക് കുറച്ച് മാതൃക കാണിച്ചാൽ മതിയല്ലോ. ആർക്കും എമിറേറ്റ്സിൽ പോകണമെന്നോ അല്ലെങ്കിൽ വിദേശ വിമാന വാടക കമ്പനിയിൽ പോകണമെന്നുള്ള ആഗ്രഹമില്ല. നിരക്ക് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് കുറച്ച് മാതൃക കാണിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റു വിമാന കമ്പനികൾ നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതരായിരിക്കും. എല്ലാ വിമാന കമ്പനികളും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം വിമാന കമ്പനിയായ എയർ ഇന്ത്യയാണ് ഏറ്റവും അധികം നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ വിമാനത്താവളത്തിൽ നിന്നും ഒരേ വർധനവാണ് വരുത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ കോഴിക്കോട്ട് നിന്ന് വൻ വർധനയാണ് വരുത്തിയിരിക്കുന്നത്. ഇത് മനഃപൂർവ്വം കരിപ്പൂരിനെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. പൊതുവെ പ്രതിസന്ധി അനുഭവിക്കുന്ന പ്രവാസികൾക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് ഈ നിരക്ക് വർധനവ്. ഇതിന് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് നടക്കേണ്ടത്. അതുകൊണ്ട് വലിയായിട്ട് വേണ്ട സമ്മർദ്ദമാണ് നടക്കേണ്ടത്. ഈ കാര്യത്തിൽ പല കാര്യത്തിലെ പോലെ തന്നെ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര സമ്മർദ്ദം ആരും നടത്തിയില്ല എന്നുള്ളതാണ് ശരി. ഇത് ഇന്നും ഉത്ഭവിച്ച കാര്യമല്ല. ഇതിലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയ സമയങ്ങളൊക്കെ ഉണ്ടെന്നാൽ കയ്യിൽ നിന്ന് പോയി. കേരളവും കേന്ദ്രവും UDF ഭരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇതൊന്നും ഇന്നലെ ഉണ്ടായ ഒരു പ്രശ്നമല്ല. അന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇന്ന് ഒറ്റക്കെട്ടായി സമ്മർദ്ദം ചെലുത്തിയിട്ട് നിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കപ്പൽ സർവീസ് ആവശ്യമുള്ളവർ നിതാകത്ത് മാത്രം മടങ്ങുന്നവർക്ക് കപ്പൽ സർവീസ് മതിയല്ലോ. അവർക്ക് ഇവിടെ എത്തിയിട്ടൊന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ ഇന്ധനത്തിന് സർചാർജ് പല കാരണങ്ങളൊരു കാരണമാണ്. അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിനെ ബാധിക്കുന്നു. നമുക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിനെ അവർ ഇന്ധനം നിറച്ചിട്ടാണ് വരുന്നത്. ഇവിടുന്ന് അധികം വിമാന കമ്പനികൾ ഇന്ധനം നിറയ്ക്കുന്നുള്ളതെന്ന് എനിക്കറിയില്ല. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മമതാ ബാനർജി സീറോ ടാക്സ് അവിടെ ATFന് വിമാന ഇന്ധനത്തിന് സീറോ ടാക്സ് കൊടുത്താണ് അവിടുത്തെ ആഭ്യന്തര യാത്രക്കാർക്ക് യാത്രയുള്ള സൗകര്യം ഇപ്പോൾ പുതുതായിട്ട് ഗ്രീൻഫീൽഡ് എയർപോർട്ടിന് അനുമതി കൊടുത്തത്. അത് 5 കൊല്ലത്തിൽ പ്രഖ്യാപിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ കാര്യമായ നടപടികളോ ഇടപെടലുകളോ വേണ്ടത്ര നടക്കുന്നില്ല. ഗൾഫുകാർ പ്രവാസികൾ അവിടെ പോകുമ്പോൾ കുറേ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നല്ലാതെ അവരുടെ കാര്യത്തിൽ വിമാന നിരക്കിൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിലും വേണ്ടത്ര താല്പര്യങ്ങൾ ആരും പ്രസ്താവനകളല്ലാതെ ഒരു കാര്യമായ നടപടികളോ ആരും എടുക്കുന്നില്ലാണ് യാഥാർത്ഥ്യം. എല്ലാ വർഷവും സീസൺ കണക്കിലെടുത്ത് 5 ഇരട്ടിയും മറ്റും നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാർ നിസ്സംഗത പാലിക്കുകയാണ്. പ്രവാസികളെ മാത്രം ചൂഷണം ചെയ്യുന്ന ഇത്തരം നടപടിക്കെതിരെയും പ്രവാസ ലോകത്തും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. മറ്റ് ഗൾഫ് കാഴ്ചകൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. റിയാദ് തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ 16ാമത്തെ വാർഷികാഘോഷവും കുടുംബ സംഗമവും ശ്രദ്ധേയമായി. ഷിഫ മുറബ ഇസ്തുറാഹയിൽ 2 ദിവസങ്ങളിലായി നടന്ന സംഗമത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം
500ഓളം പേർ പങ്കെടുത്തു. സാംസ്കാരിക സമ്മേളനം അലീഫ് സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ നിർവഹിച്ചു. സാംസ്കാരിക സമ്മേളനം അലീഫ് സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും സ്വഭാവ രൂപീകരണത്തിലും രക്ഷിതാക്കളുടെ പങ്കിനെക്കുറിച്ച് അദ്ദേഹം ഹ്രസ്വ പ്രഭാഷണം നടത്തി. റിയാദിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനും നോർക്ക കൺസൾട്ടന്റുമായ ഷിഹാബ് കൊട്ടുകാടിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നടന്ന പ്രഭാഷണത്തിൽ നോർക്കയുടെ പ്രവാസി കാർഡ്, പെൻഷൻ പദ്ധതി എന്നിവയെ അദ്ദേഹം സദസ്സിന് പരിചയപ്പെടുത്തി. പ്രസിഡന്റ് യൂനസ് ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം നടത്തിയ കായിക മത്സരങ്ങൾ, നാടകം, സ്കിറ്റ്, ഒപ്പന, കൊച്ചുകുട്ടികളുടെ നൃത്തം, ഗിറ്റാർ വായന, ഗാനാലാപനം തുടങ്ങി വിവിധ സ്റ്റേജ് പരിപാടികൾ, പത്രപാരായണ മത്സരം, ചിത്രരചന എന്നിവയോടൊപ്പം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തിയ വിവിധ പരിപാടികളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു. പാചക മത്സരത്തിൽ 1ാം സ്ഥാനം ജഫ്രീന ജഫ്ഷിദും, 2ാം സ്ഥാനം കെമറി പർവേസും, 3ാം സ്ഥാനം റഷ്മ റഷീദും കരസ്ഥമാക്കി. ഈ വർഷത്തെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡും നൽകി. റിയാദ് ആഗോള മലയാളി കൂട്ടായ്മയായ പ്രവാസി മലയാളി ഫെഡറേഷൻ PMF, സൗദി അറേബ്യ കുടുംബ സംഗമം, നാഷണൽ കമ്മിറ്റി, വനിതാവേദി, പ്രവാസി ബാലവേദി എന്നിവയുടെ രൂപീകരണവും അൽഖർജ് അൽബർക്ക ഓഡിറ്റോറിയത്തിൽ നടന്നു. PMF GCC ചെയർമാൻ അബ്ദുൽ സലാമിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. PMF GCC ചെയർമാൻ അബ്ദുൽ സലാമിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കം ഉദ്ഘാടനം ചെയ്തു. ആമുഖ പ്രഭാഷണം മുജീബ് കായംകുളവും സ്വാഗതം ഗ്ലോബൽ വക്താവ് JN കൊടുങ്ങല്ലൂരും നിർവഹിച്ചു. സാജിദ് ആറാട്ടുപുഴ മുഖ്യപ്രഭാഷണം നടത്തി. തിരിച്ചുപോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാസത്തിന്റെ നേർക്കാഴ്ചകളിൽ ജാഗരൂകരാകണമെന്നും പറഞ്ഞു. യോഗത്തിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികളായ സെക്കൻഡ് സെക്രട്ടറി ജോർജ്, വെൽഫെയർ വിംഗ് മേധാവി രാജേന്ദ്രൻ, മീഡിയ ഫോറം പ്രതിനിധികളായ ഉബൈദ് രമണ, ഷാജിലാൽ, ഗ്ലോബൽ ട്രഷറർ നൌഫൽ മടത്തറ, GCC കോർഡിനേറ്റർ റാഫി പാങ്ങോട്, ഷിബു ഉസ്മാൻ, ഗ്ലോബൽ അഡ്വൈസർ ബോർഡ് അംഗം അറബ്കോ രാമചന്ദ്രൻ, KMCC പ്രതിനിധി അസീസ് ചുങ്കത്തറ, കേളി പ്രതിനിധി മുഹമ്മദ് കുഞ്ഞ്, OICC പ്രതിനിധി ഷാജി സോന, വിവിധ സംഘടനാ പ്രതിനിധികളായ സുരേഷ് ബാബു, സജി കായംകുളം, റഹീം ആറ്റൂർകോണം, രാജൻ നിലമ്പൂർ, രവി കാരക്കോണം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഗ്ലോബൽ GCC നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആദരിച്ചു. സാഹിത്യരംഗത്തും ജീവകാരുണ്യ രംഗത്തും പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രവാസി മലയാളി ഫെഡറേഷൻ പുരസ്കാരം നാസ് വക്കം, സാജിദ് ആറാട്ടുപുഴ, മഞ്ജുള ശിവദാസ്, സലീന സമദ്, ബുഷ്ര മുജീബ്, നമിഷ അസ്ലം പാലത്ത് എന്നിവർക്ക് നൽകി ആദരിച്ചു. ചടങ്ങിൽ ചിത്രകാരൻ സുരേഷ് കൊല്ലം വരച്ച റാഫി പാങ്ങോടിന്റെ ഛായാചിത്രം പ്രകാശനം ചെയ്തു. പരിപാടിക്ക് ചന്ദ്രസേനൻ, ഗിരിവാസൻ, സ്റ്റീഫൻ കോട്ടയം, ഉദയകുമാർ ജിദ്ദ, ജോർജ് കുട്ടി മാങ്കുളം, ജബ്ബാർ പുലിപ്പാറ എന്നിവർ നേതൃത്വം നൽകി. ബ്രദേഴ്സ് റിയാദ്, അൽഖർജ് മിഡിൽ ഈസ്റ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നടത്തിയ കലാപരിപാടികൾ, കലാഭവൻ ഷാരോൺ, ഷെരീഫ്, സക്കീർ കൊല്ലം, വഹാബ് കൊല്ലം എന്നിവരുടെ മിമിക്സ് പരേഡും ഷാജഹാൻ എടക്കരയുടെ ആഭിമുഖ്യത്തിൽ ഗാനമേളയും നടന്നു. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@gvan.tv. ടെലിഫോൺ നമ്പർ 8086009211. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.